കുറേ പേപ്പറും സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ടാണ്. ഓ എൻ്റെ മോനെ. വാട്സ്ആപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയൊരു അൺബോക്സിങ്ങുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ബോട്ടിൻ്റെ ഒരു TWS ആണ്, ബോട്ട് ഇമ്മോർട്ടൽ 141. 1500 രൂപയിൽ താഴെ നല്ലൊരു ഗെയിമിംഗ് TWS നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബോട്ട് ഇമ്മോർട്ടൽ 141 എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. ബോട്ടിൻ്റെ ബീസ്റ്റ് മോഡ് 40 ms ആണ് ഇതിൻ്റെ ലേറ്റൻസി വരുന്നത്. 40 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക്, പിന്നെ RGB ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അലക്സയുടെയും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻസിൻ്റെയും ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ബാക്കിലും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് നമുക്ക് ഈ പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് TWS. ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിരിപ്പുണ്ട്. ഇതിൻ്റെ ബോക്സിലോട്ട് വരുമ്പോൾ ഇത് കൊള്ളാം. ഇതൊരു സ്പഞ്ചി സാധനമാണ്. ഇത് ഡാമേജ് ഒന്നും വരാതിരിക്കും. നല്ല രസമുണ്ട് ഇത് തൊടാൻ. പിന്നെ ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കറും കിട്ടുന്നുണ്ടല്ലോ, ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളുമാണ്. നമ്മുടെ യൂസർ മാനുവലാണ് നോർമലി ഉള്ളത്. അതുപോലെ തന്നെ ഇത് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. അതുപോലെ കുറേ പേപ്പറും സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ടാണ്. ഓ എൻ്റെ മോനെ. ബോട്ടിൻ്റെ ഒരു നീളത്തിലുള്ള പേപ്പറിൻ്റെ സ്ഥിരമുള്ള പോലെ തന്നെ ബോട്ടിൻ്റെ ഒരു പേപ്പറും കുന്ത്രാണ്ടവും ഒക്കെ ഉണ്ട്. പിന്നെയും അതുപോലെ തന്നെ നമുക്കൊരു കാർഡോ 1 year മാനുഫാക്ചർ. ഓക്കെ, ഇതാണ് വാറണ്ടി കാർഡ്. പിന്നെ ഇതിനകത്തോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ബോക്സ് പോലൊരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കേബിളാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതെ, ഇതിൻ്റെ അകത്തൊരു Type-C to Type-A കേബിളാണ് നമുക്ക് കിട്ടുന്നത്. അതെ, ചെറിയൊരു നോർമൽ സൈസ് കേബിളാണ്. Type-C to Type-A കേബിളാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് 2-3 ഇയർ ടിപ്സും ഉണ്ട്. ഓക്കെ, ഒരു 2 പെയർ ഓഫ് ഇയർ ടിപ്സ് കൊണ്ടുവന്ന് വലുതും അതുപോലെ തന്നെ ചെറുതും ഇയർ ടിപ്സും കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. സോ ആക്സസറീസ് അല്ല, ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് എല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. സോ അതിൻ്റെ കാര്യത്തിൽ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് മെയിൻ പ്രൊഡക്റ്റിലോട്ട് പോകാം. ഇനി നമ്മൾ പ്രൊഡക്റ്റിലോട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് ഒന്ന് ഇളക്കാം. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് USB Type-C പോർട്ടാണ്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടാണ്. ഇതൊരു റൗണ്ടഡ് ഷേപ്പിലുള്ള ഒരു മോഡലാണ്. ബോട്ട് ഇമ്മോർട്ടലിൻ്റെ 3 മോഡൽസ് ഉണ്ട്. ബോട്ട് ഇമ്മോർട്ടൽ 121, 131 ആൻഡ് 141. മൂന്നും ശരിക്കും പറഞ്ഞാൽ സെയിം സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമാണ്. ജസ്റ്റ് അതിൻ്റെ ഷേപ്പ്, നമ്മുടെ കവറിൻ്റെ ഷേപ്പ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതെന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഓക്കേ, ഒരു RGB ലൈറ്റ്, അത് ഈ കാണിച്ച പോലെ തന്നെ നല്ലൊരു RGB ലൈറ്റും കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. നല്ലൊരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കേസ്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല, ഇതിൻ്റെ വെളിയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കേസാണ്, കുഴപ്പമില്ലാത്തൊരു കേസാണ്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ENX ടെക്സ്റ്റ് വിത്ത് ക്വാഡ് മൈക്ക്, 4 മൈക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. കോൾ സൗണ്ടും കോൾ ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ IWP എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. ASAP ചാർജിങ് ഉണ്ട്, അതായത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ IPX4ൻ്റെ ഒരു റേറ്റിംഗും ഉണ്ട്. അതായത് നമ്മുടെ സ്വെറ്റ് പ്രൂഫാണ്, നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് വെർഷൻ 5.3 ആണ് വരുന്നത്. സോ ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഫാസ്റ്റ് ചാർജിങ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 180 മിനിറ്റ് വരെ നമുക്ക് പ്ലേ ബാക്ക് കിട്ടുമെന്നാണ് ബോട്ട് അവകാശപ്പെടുന്നത്. നിങ്ങൾ 1500 രൂപയിൽ താഴെ നല്ലൊരു ഗെയിമിംഗ് TWS നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബോട്ട് ഇമ്മോർട്ടൽ 141, അതുപോലെ തന്നെ 131, അതുപോലെ തന്നെ 121. മൂന്നും സെയിം മോഡൽസ് ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കേട്ട് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി. അങ്ങനെ നമ്മൾ ഇതൊക്കെ കേട്ട് ഗെയിം കളിച്ചു, പാട്ട് കേട്ട് നോക്കി, കോൾ ചെയ്ത് നോക്കി. സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാനുള്ളത് സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഒരു ജസ്റ്റ് ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗെയിം കളിച്ച് നോക്കി, ഞാൻ BGMI കളിച്ച് നോക്കി. BGMI കളിച്ച് നോക്കിയപ്പോൾ ഗെയിമിംഗ് ഓക്കെയാണ്. അത്യാവശ്യം ലേറ്റൻസി കുറവുണ്ട്. 40 ms ആണ് ഈ ബീസ്റ്റ് മോഡിൽ ഇവർ ലേറ്റൻസി പറയുന്നത്. അത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ഡിലേ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആക്ച്വലി ഞാൻ എപ്പോഴും വയേർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ ഒരു ചെറിയത് മനസ്സിലാവുന്നുണ്ടെങ്കിലും നമ്മുടെ കറക്റ്റ് മില്ലി സെക്കൻഡ് ഡിലേ ഉള്ളൂ. ഗെയിമേഴ്സിന് നല്ലൊരു TWS തന്നെയാണ്. പിന്നെ ചാർജിങ് ഞാൻ പറഞ്ഞ പോലെ
ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. സോ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു ഗെയിമിംഗ് ടച്ച് കൊടുക്കാൻ വേണ്ടി നമുക്കറിയാം ഇവിടെ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് സിഗ്നേച്ചർ ഞാൻ നോക്കിയപ്പം എനിക്ക് പറയാനുള്ളത് സൗണ്ട് ആവറേജ് ആണ്, ബട്ട് ഫോർ ഗെയിമേഴ്സ് ഇറ്റ്സ് ഓക്കെ. 1500 രൂപയിൽ താഴെ നല്ലൊരു ഗെയിമിംഗ് TWS നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു മോഡലാണ് ബോട്ട് ഇമ്മോർട്ടൽ 141, അതുപോലെ തന്നെ 131, അതുപോലെ തന്നെ 121. ഞാൻ പറയുമ്പോൾ ഈ 3 മോഡൽസിൻ്റെ ഈ കേസിലുള്ള ഡിഫറൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അല്ലാത്ത പക്ഷം നല്ലൊരു TWS ആണ്. സൗണ്ട് ആവറേജ് ആണ്, ബട്ട് നല്ലൊരു TWS ആണ് ഗെയിമേഴ്സിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷനുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ജെറി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.